നമുക്ക് കേരളത്തിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചതിന് ശേഷം കശ്മീർ താഴ്വരയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഗുഡ് മോർണിംഗ്. നമസ്തേ. പുറംകടൽ വഴി ഭാരതത്തിലേക്കുള്ള ലഹരിക്കടത്തുകൾക്ക് പിന്നിലെ പാക് ബന്ധങ്ങൾ കണ്ടെത്താൻ NCB നേരത്തെ കൊച്ചി പുറംകടലിൽ നിന്ന് പിടിയിലായ ഇറാനിയൻ പൗരന്മാരെ ചോദ്യം ചെയ്തപ്പോൾ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഭീകരതയ്ക്കൊപ്പം നർക്കോട്ടിക് ഭീകരവാദവും നടത്തിക്കൊണ്ട് ഭാരതത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ? അന്വേഷണത്തിൽ നിന്ന് ഏജൻസികൾക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കിരൺ? ജിഷ്ണു, രാജ്യം നേരിടുന്ന ഭീഷണികളിൽ ഈ ഭീകരവാദത്തോടൊപ്പം തന്നെയാണ് ഈ നാർക്കോട്ടിക്സ് ടെററിസം എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും എടുത്തു കാണിക്കപ്പെടുന്നത്. NCBയുടെ ഭാഗത്തു നിന്നുമാണ് ഇതിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. നേരത്തെ അറബിക്കടലിൽ NCBയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പലതവണ ഈ പാക് ബന്ധമുള്ള ബോട്ടുകൾ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു. ഈ കാര്യങ്ങളിലാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. നേരത്തെ NCB നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന കപ്പലിൽ വലിയ രീതിയിൽ തന്നെ ലഹരി കടത്താനായിട്ടും ഒപ്പം തന്നെ ആയുധങ്ങൾ കടത്താനായിട്ടും ശ്രമിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇതടക്കമുള്ള കേസുകളിലെ അന്വേഷണത്തിലേക്ക് കൂടുതലായിട്ട് NCB കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരാൾ പിടിയിലായിരുന്നു. ഇയാൾ എന്നാൽ പാകിസ്ഥാൻ പൗരനല്ല, താൻ ഇറാനിയൻ പൗരനാണ് എന്നുള്ളൊരു വാദമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ പാക് ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷണം കടക്കുന്നത്. ഇറാനിൽ നിന്ന് ലഹരി എത്തിച്ച് പിന്നീട് പുറംകടലിൽ നിന്ന് അത് പാക് ബോട്ടുകളിലേക്ക് കൈമാറി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് NCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടക്കം ഇങ്ങനെ ലഹരി വന്നിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ശ്രീലങ്കയിലേക്കടക്കം ഈ ലഹരിയുടെ കടത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ തന്നെയാണ് NCBയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ വ്യക്തമാവുന്നത്. ഈ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഏതായാലും പ്രധാനമായിട്ടും ഇനി NCBയുടെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഏതായാലും വലിയൊരു ഭീഷണി തന്നെയാണ് ഈ ലഹരി കടത്തിലൂടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ NCBയുടെ അന്വേഷണം ഈ മുൻ കേസുകളിലേക്ക് അടക്കം കടക്കുന്നത്. ജിഷ്ണു.